മുരാരി ബാബുവിന്റെ പങ്കാണ് കൂടുതൽ അറിയാനുള്ളത്. മറ്റൊന്ന് കൽപേഷാണ്. സിജോ, കൽപേഷിനെ എവിടെയാണ് അന്വേഷിക്കുന്നത്? എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത് SIT? കൽപേഷ് ഏകദേശം ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട്. കൽപേഷിനെ വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ കട്ടിളപ്പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം അപഹരിച്ച കേസിൽ 2ാം പ്രതിയാക്കിയിരിക്കുന്നത്. അതും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കൽപേഷിനെ കുറിച്ച് നമുക്ക് വളരെ ഒരു കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കൽപേഷ് ഇയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണെന്ന വിവരം മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. ബംഗളൂരുവിലുള്ള ഒരാളാണെന്ന ഒരു വിവരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇയാൾ ആരാണ്, ഇയാളുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ഏറ്റവും പുതിയതായി വരുന്ന മൊഴി അനുസരിച്ച് ഈ ഗൂഢാലോചനയിൽ ഇയാൾക്കും കൽപേഷിന് പങ്കുണ്ട് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു പ്രാധാന്യം അത്രയും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇയാൾക്കും കൽപേഷിനും ഈ സ്വർണം കടത്തിയ കേസിൽ ഇയാൾക്കുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് മാത്രമല്ല ഇയാളുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിസിനസ്സിനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. കാരണം ഈ സ്വർണം ഉരുക്കിയതിനു ശേഷം 474 ഗ്രാമാണ് കൈവശമുണ്ടായിരുന്നത്, ബാക്കിയുണ്ടായിരുന്നത്. അത് ഈ കൽപേഷിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായ അത്രയും അടുത്ത ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇയാൾക്കുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇയാളെയും കൽപേഷിനെയും വൈകാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത് വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ ഈ ദ്വാരപാലക പാളിയിലെ സ്വർണം കവർച്ച ചെയ്തു എന്നുള്ള കേസിലാണ് ഈ അറസ്റ്റും ഇപ്പോൾ ഉള്ള ഈ പരിശോധനയും എല്ലാം നടക്കുന്നത്. അത് മാത്രമല്ല ശ്രീകോവിലിന്റെ കട്ടിലപ്പാളിയിലെ സ്വർണം കൊള്ള ചെയ്ത കേസിലും വൈകാതെ അറസ്റ്റിനെ കോടതിയെ സമീപിക്കും.